മാന്യ പ്രേക്ഷകർക്ക് എവരിത്തിങ് ഹാപ്പൻസ് ചാനലിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഇപ്പോൾ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിൽ ഇറാൻ, US, ഇസ്രയേൽ യുദ്ധം അതിൻ്റെ പാരമ്യതയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സംഘർഷം വളരെയധികം വ്യാപിച്ച് ലോക രാജ്യങ്ങളുടെ ഒരു കപ്പലും ഇപ്പോൾ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിൽ പൂർണ്ണമായിട്ടും കപ്പലുകളെ തടഞ്ഞുകൊണ്ട് ഒരു എംബാർഗോ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇറാനും ഇസ്രയേലിൻ്റെയോ അമേരിക്കയുടെയോ ഒക്കെ കപ്പലുകൾ കടന്നു പോകാതെ അവരും പ്രതിരോധിക്കുമെന്നും പറഞ്ഞ് ബലാബലം ഇസ്രയേലും അമേരിക്കയും ഇറാനും കൂടി യുദ്ധത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഭീഷണിപ്പെടുത്തുന്നത് വെസ്റ്റ് ഏഷ്യയിലെ പോർട്ടുകളെ ആക്രമിക്കും, ഇന്ന പോർട്ടുകളിൽ നിന്നൊന്നുമില്ല, അമേരിക്കയുടെ ഉപരോധം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിടിമുറുക്കിയാൽ ഞങ്ങൾ മിഡിൽ ഈസ്റ്റിലെ പേർഷ്യൻ ഗൾഫിലെ രാജ്യങ്ങളുടെ മെയിൻ പോർട്ടുകളെല്ലാം ആക്രമിക്കുമെന്നാണ് അവർ പറയുന്നത്. സുഹൃത്തുക്കളെ, ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് കടൽ പാതയുടെ കടലിടുക്കിൻ്റെ പ്രത്യേകത വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കടൽ ഇടുക്ക് പിടിച്ചു കഴിഞ്ഞാൽ ലോക എണ്ണ വ്യാപാരത്തിൻ്റെ 25% കടന്നു പോകുന്നത് അതിലൂടെയാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ള രാജ്യങ്ങളിലേക്കുള്ള ഈ സ്ട്രെച്ചിലൂടെ ഉള്ള വ്യാപാരം, പേർഷ്യൻ ഗൾഫിലേക്കുള്ള വ്യാപാര വെസലുകളെയും എല്ലാത്തിനെയും ബാധിച്ചും മറ്റുള്ള രാജ്യങ്ങളുടെ ഉപോൽപ്പന്നങ്ങൾ കിട്ടാനുള്ള സാധ്യതയും മങ്ങി യുദ്ധം അതീവ ഗുരുതരമാവുകയും വേൾഡ് എക്കോണമി തകരുകയും ചെയ്യുമെന്ന് ഇതിനു മുമ്പ് തന്നെ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നുമൊക്കെ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇറാൻ്റെ മൈനുകളും അതോടൊപ്പം തന്നെ മൈൻ നീക്കാനുള്ള കപ്പലുകളൊക്കെയായി അമേരിക്കയും അവിടെ ധാരാളം അത്യാധുനിക കപ്പലുകളുമായിട്ട് പിടിമുറുക്കുകയാണ് ചെയ്യുന്നത്. ഇറാനെ സാമ്പത്തിക ഉപരോധത്തിൽ പെടുത്തി ഒരു ഡീൽ ഉറപ്പിക്കാനാണ് അമേരിക്കയും ഇസ്രയേലും ശ്രമിക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങൾ നയപരമായി വിട്ടുനിൽക്കുകയാണ്. ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഇന്ത്യയും ചൈനയും റഷ്യയും ഒന്നും കൂടിയിട്ടില്ല. അവർ നയതന്ത്രപരമായി വിട്ടുനിൽക്കുകയാണ്. യുദ്ധം വ്യാപിക്കാതിരിക്കുന്നതിനും വ്യാവസായികമായി ലോകത്തിനുണ്ടാകുന്ന ക്ഷതം ഒന്ന് കുറയ്ക്കുന്നതിനും വേണ്ടി അവർ ട്രംപിൻ്റെ കൂടെ കൂടുന്നില്ല. ഈ യുദ്ധം എന്തായാലും നീണ്ടുപോയി കഴിഞ്ഞാൽ അത് ലോക സമ്പദ് വ്യവസ്ഥ തകിടം മറിക്കും. പട്ടിണിയും ദാരിദ്ര്യവും ഇന്നസെൻ്റ് ആളുകളുടെ മരണവും ധാരാളം നടക്കും. അതിനകത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ഡീലിലെത്തി എത്രയും പെട്ടെന്ന് ഇറാനുമായിട്ട് ഒരു കരാറിലെത്താൻ വേണ്ടിയുള്ള ഒരു ധാരണയാണ് ഇപ്പോൾ ഉരുത്തിരിയുന്നത്. ഓൾറെഡി പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ നടന്ന ധാരണ വിട്ടുവീഴ്ചയില്ലായ്മ മൂലം അത് തകിടം മറിഞ്ഞു. 400 ചില്ലുവാനം കിലോ യുറേനിയം, സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറണമെന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. അത് ഇപ്പോൾ കൈമാറ്റപ്പെടും, അതിൻ്റെ ചർച്ചയാകാമെന്നൊക്കെ പറയുന്നു. അത് റഷ്യയുടെ കൈവശം കൊടുക്കാം. എന്നാൽ ഒന്നാമത്തെ ഇതാണ്. രണ്ടാമത്, ഹോർമൂസിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ഇറാന് വിട്ടുകൊടുക്കണമെന്ന് പറയും. ഹോർമൂസിൻ്റെ നിയന്ത്രണം ഇറാൻ എങ്ങനെ വിട്ടുകൊടുക്കും? അത് ഇങ്ങനെ ലോകത്ത് ഇതേപോലെയുള്ള കപ്പൽ ചാലുകൾ ധാരാളമുണ്ട്, കടലിടുക്കുകൾ ധാരാളമുണ്ട്. ഉദാഹരണം മലാക്ക സ്ട്രെയ്റ്റ് ഓഫ് ഡോവർ സ്ട്രെയ്റ്റ്, അതേപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ധാരാളമായിട്ട് ഇതേപോലെ ഉള്ള കടൽ ഇടുക്കുകളുണ്ട്. അവിടെ കൂടിയൊക്കെ ലോക വ്യാപാരം നടക്കണം. ഇത് ഒരാളുടെയും ഒരു രാജ്യത്തിൻ്റെയും പേഴ്സണൽ സ്വത്തൊന്നുമല്ല, അത് ലോകത്തിൻ്റെ എല്ലാവർക്കുമായിട്ടുള്ളതാണ്. ഇപ്പോൾ അതിഗുരുതരമായ വേറൊരു പ്രതിസന്ധി വരുന്നത് ബാബൽ മണ്ടാവ്, യമൻ്റെ തീരത്തുള്ള യമൻ്റെ കടലിടുക്ക്, ആ ഭാഗത്തുള്ള കടലിടുക്ക് ആക്രമിക്കപ്പെടും, അവിടെ ബന്ധിക്കപ്പെടുമെന്ന് ഹൂതികൾ പറയുന്നു. അതും കൂടെ വന്നു കഴിഞ്ഞാൽ ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു ആഘാതമായിരിക്കും വരിക. സാധനങ്ങളുടെ വില കുതിച്ചുയരും. സാധാരണക്കാർ എന്ത് ചെയ്യും? ലോകരാജ്യങ്ങൾ ആശങ്കയോടുകൂടി എത്രയും പെട്ടെന്ന്
മഹായുദ്ധം അവസാനിച്ച് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതോടൊപ്പം പോപ്പുമായിട്ടും ഇത്രയും കാലം അമേരിക്കക്കാരനായ ഒരു പോപ്പ് തന്നെ ഇപ്പം ലോകസമാധാനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. അത് വളരെ സ്വാഗതാർഹമായൊരു കാര്യമാണ്. പോപ്പ് പറയുന്നത് യുദ്ധമല്ല സമാധാനമാണ് വലുത്, അതിനുവേണ്ടി നിലകൊള്ളണം. പോപ്പിനെ തന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ട്രംപ് ചെയ്യുന്നത്. എന്താണെങ്കിലും യുദ്ധം അതിൻ്റെ അതിതീവ്രമായ അവസ്ഥയിലാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഞങ്ങൾ മിഡിൽ ഈസ്റ്റിൻ്റെ കപ്പലിനെ ആക്രമിക്കുകയില്ല എന്ന് അമേരിക്ക പറയുന്നു. പക്ഷേ ഇറാൻ പറയുന്നു ആക്രമിക്കുമെന്ന് പറയുന്നു. എങ്ങനെയാണെങ്കിലും കപ്പലുകൾക്ക് റിസ്ക് എടുത്ത് അതിലൂടെയുള്ള പാസ് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വളരെ ഇടുങ്ങിയ പാതയാണ്. ഏതെങ്കിലും ഒരു ബോംബോ ഒരു മൈനോ ഒരു മിസൈലോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കപ്പൽ തകർന്ന് അവിടെയെല്ലാം പൊല്യൂഷനും ഒക്കെ പാരിസ്ഥിതിക ആഘാതവും അതോടൊപ്പം അതീവ ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അമേരിക്ക പറയുന്നു പിടിച്ചെടുക്കുമെന്ന് പറയുന്നു, നശിപ്പിക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി കേൾക്കുന്ന ഒരു ഇറാനിയൻ കപ്പൽ നശിപ്പിച്ചു എന്ന് ഇപ്പോൾ ന്യൂസ് വരുന്നുണ്ട്. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ലോകസമാധാനം എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. താങ്ക് യു. ഔട്ട്.